ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ തിരുവചനവുമായി നമുക്കായിരിക്കുവാൻ കർത്താവ് ചെയ്ത കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. ഇന്നത്തെ തിരുവചനം മന്നയായി നമുക്ക് ലഭ്യമായിരിക്കുന്ന വേദഭാഗം എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ അതിൻ്റെ 16-ാം വാക്യത്തെ ആധാരമാക്കിയാണ് നമുക്കത് വായിക്കാം. ശരീരം മുഴുവനും യുക്തമായി ചേർന്നും ഏകീഭവിച്ചും ഓരോ അംഗത്തിൻ്റെ അതാത് വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിക്കാനുള്ള ഏത് സന്ധികളാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. ഇവിടെ ദൈവത്തിൻ്റെ സഭ, കർത്താവിൻ്റെ ശരീരം, ഇവിടെ ചില ഉപമകളും ഒക്കെ നമുക്ക് ചില വ്യാഖ്യാനം ഒക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് കർത്താവിൻ്റെ സഭ, അതിനകത്തെ അംഗങ്ങള്, അതിലെ പരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങള് എപ്രകാരം ഏകീഭവിച്ച് കർത്താവിൻ്റെ വചനം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാനൊക്കെ വണ്ണം സ്നേഹത്തിൽ സന്ധി ചെയ്തിരിക്കണം എന്നുള്ള ഭാഗത്തെ ആധാരമാക്കിയാണ് ഇന്ന് പ്രഭാതത്തിൽ നാം ഇത് ചിന്തിക്കുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് ഇന്ന് ഈ വിഷയത്തിന് ഇത്ര പ്രാധാന്യമെന്ന് നാം മനസ്സിലാക്കുമ്പോൾ, ഇന്ന് നാം ജീവിക്കുന്ന ഈ കാലയളവില് സോഫ്റ്റ്വെയർ ടെക്നോളജി അത്യപൂർവമായ വളർച്ച പ്രാപിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇവിടെ ഈ ടെക്നോളജിയുടെ വളർച്ച അതിൻ്റെ കണക്കാക്കി ഇന്ന് എന്തിനും ഏതിനും കമ്പ്യൂട്ടറിനെ മാത്രം ആശ്രയിച്ച് ആയിരിക്കുന്ന ജനതയുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ സഭ, ഓരോ വ്യക്തികളും ദൈവത്തിൻ്റെ സുവിശേഷം അറിയിക്കുവാൻ തക്കവണ്ണം ഏകീഭവിച്ച് പോകേണ്ടുന്ന കാലഘട്ടത്തിൽ നാം എങ്ങനെ ആയിരിക്കണം എന്ന് കുറേ കൂടെ വ്യക്തമാക്കി തരികയാണ് ഈ വചനഭാഗം ചെയ്യുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നതായ ചില ഭാഗങ്ങൾ വായിക്കുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ദൈവത്തിൻ്റെ സഭയിലെ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ അന്യോന്യം പൊറുക്കുന്നവരും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. എത്ര വിലയേറിയ ഉപദേശമാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമുക്ക് നൽകി തരുന്നത് എന്ന് നാം ചിന്തിക്കുമ്പോൾ, സ്നേഹം തണുത്തു പോകുന്ന കാലഘട്ടത്തിൽ, വിശ്വാസം കണ്ടെത്തുവാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ കൂടെ സഭ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നതായ, ഈ പാഠഭാഗത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നതായ സഭയുടെ അത്യപൂർവമായ ഒരു വളർച്ചാഘട്ടത്തിലേക്ക് തിരിയേണ്ടുന്ന സമയമാണ്. കാരണം ഇത് കർത്താവിൻ്റെ വരവിൻ്റെ സമയത്ത് നിലകൊള്ളുന്നതായ ദൈവത്തിൻ്റെ സഭയുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ അനേക ആത്മാക്കളെ യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുക എന്നുള്ളതാണ്. ഏക പ്രത്യാശയ്ക്കായി വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ഏക വിശ്വാസത്തിലേക്ക് അവരെ കൊണ്ടുവരേണ്ടതായ ആവശ്യമുണ്ട്. ഇതിന് സഭ എന്ന ശരീരം എങ്ങനെ ക്രിസ്തുവാകുന്ന തലയോട് ബന്ധപ്പെട്ട് ഏകീഭവിച്ച് അവിടുത്തെ വേലയ്ക്ക് വേണ്ടി ഉതകണം എന്ന വലിയ ആലോചനയാണ് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിലൂടെ അപ്പോസ്തലനായ പൗലോസ് പരിശുദ്ധാത്മാവിനാൽ സംസാരിക്കുന്നത്. ഇവിടെ നാം നോക്കുമ്പോൾ, നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി വിളിച്ചു. നമ്മുടെ പ്രത്യാശ കർത്താവായ യേശുക്രിസ്തു മേഘാരൂഢനായി വന്ന് വിശുദ്ധന്മാരെ ചേർത്ത് നിത്യതയിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള ഏക പ്രത്യാശയ്ക്കായാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്നാണ്. ക്രിസ്തുവിൻ്റെ സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ആ ശരീരത്തില് നാം ഓരോരുത്തരും ഓരോ അവയവങ്ങളാണെന്ന് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്തും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ശരീരം ഒന്നാണ്, അവിടെ പ്രവർത്തിക്കുന്ന ആത്മാവും ഒന്നാണ്. പരിശുദ്ധാത്മാവാണ് എല്ലാവരിലും എല്ലാമായി വ്യാപരിക്കേണ്ടത് എന്ന് വളരെ എടുത്തു പറയുകയാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം ഒന്നാണ്, നമ്മുടെ സ്നാനം ഒന്നായിരിക്കണം. എല്ലാവർക്കും മീതെ ഉള്ളവൻ ഒരുവനാണ്. അവിടുത്തെ പ്രവൃത്തിയാണ് നാം വ്യാപരിച്ചിരിക്കുമ്പോൾ ശരീരം യുക്തമായിരിക്കണം. ഓരോ അവയവത്തിന് ചെയ്യുവാനുള്ളതായ ആ കാര്യങ്ങള്, അവരവരുടെ ദൗത്യങ്ങള് കൃത്യനിഷ്ഠയോടെ ചെയ്യുമ്പോഴാണ് ശരീരത്തിന് വേണ്ടുന്ന എല്ലാ പോഷണങ്ങളും യഥാർത്ഥമായിട്ട് ലഭ്യമാകുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുകയാണ്. തല ചെയ്യാനുള്ളത് കാല് ചെയ്യാനൊക്കത്തില്ല.
തല ചെയ്യാനുള്ളത് തല ചെയ്യണം, കണ്ണ് ചെയ്യാനുള്ളത് കണ്ണ് ചെയ്യണം, കരങ്ങൾ ചെയ്യാനുള്ളത് കരങ്ങൾ ചെയ്യണം. അങ്ങനെ ഓരോ അവയവങ്ങളും യുക്തമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ശരീരത്തിന് പോഷണമുള്ളതാവും, തല ഉയർത്തിപ്പിടിക്കുവാനും ആ തലയ്ക്ക് മഹത്വം വരുവാനും ഇടയാകുമെന്ന് വളരെ വ്യക്തമായിട്ട് ഈ ഭാഗങ്ങളിൽ നാം വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് അവയവങ്ങളായിട്ട് നമ്മെ വിളിച്ചിരിക്കുമ്പോൾ ഈ അവയവങ്ങളായി വിളിക്കപ്പെട്ട ഓരോരുത്തരും അവരവരുടെ ഉത്തരവാദിത്വത്തിൽ വളരെ കൃത്യനിഷ്ഠയുള്ളവരായിരിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എന്നാലേ കർത്താവായ യേശു ക്രിസ്തു സകലത്തെയും നിറയ്ക്കേണ്ടുന്നതിന് സ്വർഗത്തിന് മീതെ കയറിയവനായതുകൊണ്ട് ചിലരെ ചില കാര്യങ്ങൾ പ്രത്യേകാൽ പരമേൽപ്പിച്ചിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമാക്കുകയാണ്. എന്തൊക്കെയാണ് അവിടെ പരമേൽപ്പിച്ചിരിക്കുന്നത്? പരമേൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ അപ്പോസ്തലന്മാരായിട്ട്, പ്രവാചകന്മാരായിട്ട്, സുവിശേഷകന്മാരായിട്ട്, ഇടയന്മാരായിട്ട്, ഉപദേഷ്ടാക്കന്മാരായിട്ടൊക്കെയും വേർതിരിച്ച് പരമേൽപ്പിച്ച ചില കൃത്യനിർവഹണങ്ങളുണ്ട്. ആ കൃത്യനിർവഹണത്തിൽ അവരവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങള് കൃത്യനിഷ്ഠയോടുകൂടി അവർ നിർവഹിക്കുമ്പോൾ ഈ ശരീരമാകുന്ന സഭയ്ക്ക് പോഷണം ലഭിക്കുകയും അത് ആരോഗ്യത്തോടുകൂടി മുന്നോട്ട് പോവുകയും ചെയ്യും എന്ന് അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുക. എന്തിനു വേണ്ടിയാണ്? ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യത, തികഞ്ഞ പുരുഷത്വം, ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം, അല്ലെങ്കിൽ വിശുദ്ധന്മാരുടെ യഥാസ്ഥാനം പ്രാപിക്കുവോളം ഈ ഉത്തരവാദിത്തങ്ങളും കൃത്യനിർവഹണങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആകർഷകമായ ഒരു വളർച്ച സഭയിൽ ഉണ്ടാകുവാൻ തക്കവണ്ണമുള്ള ഒരു ആലോചനയാണ് ഇന്നത്തെ മന്നയിൽ നിന്ന് നമുക്ക് ഈ വചനഭാഗത്ത് നിന്ന് ലഭ്യമാകുന്നത്. അതുകൊണ്ട് ഇന്ന് നാം സഭയിലേക്ക് നോക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുവെന്നും അപ്പോസ്തലനായ പൗലോസ് അവിടെ വ്യക്തമാക്കുന്നുണ്ട്. വാക്യത്തിനകത്ത് 14-ാം വാക്യത്തില്, നാം ഇനി മനുഷ്യരുടെ ചതിയാല് ഉപായത്താല് തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളില് കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞു ഉഴലുന്ന ശിശുക്കൾ ആയിരിക്കരുത്. അപ്പം ഇന്ന് ശിശുക്കളുടെ അവസ്ഥയാണ് സഭയിലുള്ളതെങ്കിൽ അതിൽ നിന്ന് മാറി ചിന്തിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്ന ചില കാര്യങ്ങള്, ചിലരെ കർത്താവിന്റെ വചനപ്രകാരം അപ്പോസ്തലന്മാരായിട്ട് അയക്കപ്പെട്ടവരായിട്ടുണ്ട്, ഇടയന്മാരായിട്ടുണ്ട്, ഉപദേഷ്ടാക്കന്മാരായിട്ടുണ്ട്. അവരെ പരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വളരെ കൃത്യനിർവഹണത്തോടുകൂടി അത് നിർവഹിക്കണം. ഇല്ല എങ്കിൽ ഈ ശിശുക്കളായി സഭയില് പല ഉപദേശങ്ങൾ നുഴഞ്ഞു കയറുന്ന കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ സഭ പല കാറ്റിനാൽ ഉലയുന്ന ഒരു തോണിയെപ്പോലെ ഉലഞ്ഞാടുവാൻ ഇടയായിത്തീരും. അങ്ങനെ വരാതിരിപ്പാൻ സഭയിലെ എല്ലാവരെയും കർത്താവ് വിളിച്ചിരിക്കുകയാണ്. എന്നാൽ ചിലരെ പരമേൽപ്പിച്ചിരിക്കുന്ന പ്രത്യേക ദൗത്യങ്ങളിൽ അവര് വളരെ കാര്യക്ഷമമായ പ്രവർത്തനത്തിലൂടെ തലയാകുന്ന ക്രിസ്തുവിന്റെ തലയെ ഉയർത്തിപ്പിടിക്കുവാൻ, ശരീരം മുഴുവനും യുക്തമായി നിൽക്കുവാൻ, അവയവങ്ങളെ ചേർത്ത് നിർത്തുവാൻ എല്ലാം പരിശ്രമിക്കണം എന്നുള്ള വലിയ ഉപദേശം നമുക്ക് ഈ പ്രഭാതത്തിൽ നൽകപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ സഭ ശക്തമായ ആരോഗ്യത്തോടെ മുന്നോട്ട് പോകുവാൻ, പരിശുദ്ധാത്മാവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കുവാൻ, പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ നിലനിൽക്കുവാൻ, പരിശുദ്ധാത്മാവിന്റെ ആലോചനയിൽ സമ്പുഷ്ടി പ്രാപിക്കുവാൻ ദൈവത്തിന്റെ അനുഗ്രഹമേറിയ വചനങ്ങൾ നമുക്ക് പാഠമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ സഭയാം കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ വ്യക്തി ജീവിതങ്ങളെയും വിളിച്ചിരിക്കുന്ന വിളി, നമ്മളെ വിളിച്ചത് ഒരുവനാണ്, നമ്മൾ പോകേണ്ടത് അവിടുത്തെ പാദപീഠത്താൽ കാണിച്ചു തരുന്നതായ വഴികളിലൂടെ ആയിരിക്കണമെന്നും ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനം നമ്മോട് പറയുകയാണ്. ക്രിസ്തുവിന് മഹത്വം കൊടുക്കുവാൻ, ക്രിസ്തുവിന്റെ വചനം എല്ലാവരിലും എത്തുവാൻ, ക്രിസ്തുവിന്റെ സ്നേഹത്താൽ വ്യാപരിക്കുന്ന സാക്ഷികളായി നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മെ അത്യധികമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ വചനങ്ങളും നമ്മുടെ അടുക്കൽ കടന്നു വരുമ്പോൾ വചനത്തിന്റെ ആഴങ്ങളെ മനസ്സിലാക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് യഥാസമയം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തില് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും അത് അനുഗ്രഹപൂർണമായി തീരുവാനും കർത്താവിൽ വളരുന്ന അനുഭവത്തിൽ
കർത്താവിനെ എതിരേൽക്കുന്ന ഏക പ്രത്യാശയ്ക്കായി നിലനിൽക്കുവാനും നമുക്ക് നമ്മെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും വീണ്ടെടുപ്പുകാരനും വേഗം വരുന്നവനുമായ കർത്താവേ, നല്ലൊരു പ്രഭാത പടിയങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് കാണിച്ചു തന്ന കൃപയ്ക്കായി സ്തോത്രം. എത്രയോ പേർക്ക് ലഭ്യമാകാത്ത ദൈവമേ, ഒരു ആയുസിന്റെ ഒരു ദിവസം കൂടി കർത്താവ് ഞങ്ങൾക്ക് തന്നുവല്ലോ. അവിടുത്തെ വചനം ഓർമ്മിപ്പിച്ചതുപോലെ ദൈവമേ, ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത ഞങ്ങൾ മനസ്സിലാക്കുമ്പോൾ ദൈവമായ കർത്താവെ, വിശ്വാസവും സ്നേഹവും ഒക്കെയും തണുത്തില്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു നാളില് അടിയങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ കർത്താവിനെ എതിരേൽക്കുവാൻ തക്കവണ്ണം അടിയങ്ങളും അടിയങ്ങളുടെ സഭയും മറ്റുള്ളവരെ ഒരുക്കുന്ന പ്രവർത്തനത്തില് ഏകീഭവിച്ച് അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആലോചന കേട്ടനുസരിക്കുന്ന ഒരു ജനതയായി, അവിടുത്തെ പിൻപറ്റുന്ന മക്കളായി, അനുസരണത്തെ തികവുള്ളവരും ആത്മാവിന്റെ ഐക്യമത്യം കാത്തു സൂക്ഷിക്കുന്നവരും പരിജ്ഞാനത്തെ കവിയുന്ന ദൈവസ്നേഹത്തെ കാണിച്ചു കൊടുക്കുന്നവരുമായി തീരുവാൻ അടിയങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം ശ്രവിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളിലും ദൈവമായ കർത്താവിന് മഹത്വം തരുന്ന ജീവിതങ്ങളായി ശോഭിക്കുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അനുഗ്രഹിക്കണമേ. രോഗത്തിലും കഷ്ടത്തിലും ആയിരിക്കുന്നവരോട് കരുണ ചെയ്യണം. ഇന്ന് പ്രഭാതം അനുഗ്രഹപൂർണമാക്കി തന്നതുകൊണ്ട് സ്തോത്രം. വചനം കേൾക്കുന്ന എല്ലാവരിലും അവിടുത്തെ സ്നേഹം വ്യാപരിക്കട്ടെ അപ്പച്ച. കർത്താവിന്റെ വീണ്ടും വരവിനായ ഏക പ്രത്യാശയോടെ നിൽക്കുവാൻ ഞങ്ങളെ സഹായിച്ചൊരുക്കണം. മാനവും മഹത്വം എടുക്കണം. വേഗം വരുന്ന യേശുവിന്റെ നാമത്തിൽ താഴ്മയായി ചോദിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ. സ്തോത്രം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.